കേരളത്തിലെ ഫുഡിന് ഏറ്റവും പേര് കേട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് സുഹൃത്തുക്കളെ കോഴിക്കോട്. അതാണ് കോഴിക്കോട് എന്ന് ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ, നിന്റെ മനസ്സിൽ എന്താണ് പറഞ്ഞ കോഴിക്കോട് എന്ന് ആലോചിക്കുമ്പോ? കോഴിക്കോട് ഹലുവ. ഹലുവ നിന്റെ ആടാ അഖിലേഷ്? ഫുഡ് തന്നെ, പിന്നെ വേറെ. എന്നാ ആ കോഴിക്കോട്ടിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ഷൂട്ടാ കഴിഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് പാന്റ് ഇട്ടു. അമ്മാവ പാന്റ്. അപ്പൊ പാന്റും ഒക്കെ ഇട്ട് നമുക്കൊന്ന് കോഴിക്കോട് വരെ പോവാൻ കഴിയും. രാവിലെ ഇപ്പൊ മണി 6:30. ലെറ്റ്സ് ഗോ ടു കോഴിക്കോട്. അമ്മ ഒരു കരിക്ക് ഇത് കൊള്ളാമോ? ഇതെടുത്തോ. അവിടെ നിന്ന് കയറി ഞാൻ വണ്ടിക്കകത്തിരുന്ന ഒരു സുഖം ഉറക്കം ഇറങ്ങി. ഓ, എന്റെ ഉള്ളിൽ എന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം, അത് കോഴിക്കോട്ടത്തെ പാരഗണിലെ ബിരിയാണിയാണ്. ഉറക്കത്തിൽ പോലും സ്വപ്നം കണ്ട അതായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് മുക്കാവേ അങ്ങ് എത്തി. ഇനി ഒരു 1.5 മണിക്കൂറിനകം അങ്ങ് എത്തും. എന്നിട്ട് പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ട് വേണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ട് പാരഗണിലെ ബിരിയാണി കഴിക്കുന്നതും ഒരു ബിരിയാണി കൊതിയനായി മാറുന്നതും എൻ്റെ വീഡിയോസിൽ റെക്കോർഡറാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും കിട്ടുന്ന ബിരിയാണി കഴിച്ചത്, എനിക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടോ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ബിരിയാണിയാണ്. അത് എന്തെന്നറിയില്ല, അതൊക്കെ പാറ്റന്റഡ് ആണ്. വേറെ ഏത് ബിരിയാണി കഴിച്ചാലും അതിൻ്റെ അടുത്ത് ഇന്ന് വരെ എത്തിയിട്ടില്ല. അപ്പോൾ അത് കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എന്തായാലും നമുക്ക് കരിക്കും കുടിച്ചിട്ട് യാത്ര തുടരാം. നോക്കൂ സുഹൃത്തുക്കളെ, വിദൂരതയിൽ എത്തുകയാണ് പാരഗൺ. എത്തിയളിയാ, എത്തി. നമ്മള് പൊളിക്കും ഗൈസ്. ഓ എന്റെ മോനെ, ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സാധനം വരട്ടെ. നോക്കിയാണ് ഗൈസ്, വന്നപ്പോ എനിക്ക് ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളുണ്ടെന്ന്. ഊഫ്, കണ്ടിട്ട് തന്നെ എന്റെ വായിൽ വെള്ളം വന്നു. അയ്യോ പൊളി. അതൊന്നും എടുത്ത് കഴിച്ചു നോക്കിയാടാ അഖിലേഷ. അടിപൊളി സാധനം അല്ലേ? എന്റെ മോനെ, എത്തി മക്കളെ. കിട്ടണം മണം. കുറച്ച് ചോറ് ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കണ കഷ്ണം മട്ടൻ്റെ പീസാണ് ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് ഇങ്ങനെ കിടക്കണ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തി സൈഡിൽ വെക്കുക. ഇതിൻ്റെ കൂടെ കിട്ടുന്ന അച്ചാർ വീണ്ടും സൈഡിൽ വെക്കുക. ഇതിൻ്റെ കൂടെ കിട്ടുന്ന സലാഡ് ഇതും ഒരു സൈഡിൽ വെക്കുക. പപ്പടവും ഒരു സൈഡിൽ വെക്കുക. ചോറിങ്ങനെ കുഴച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ചമ്മന്തിയും കുറച്ച് അച്ചാറും പൊടിക്ക് തൈരും പപ്പടത്തിൻ്റെ ഒരു കഷ്ണവും, എന്നിട്ട് ആ വെന്തലന്ന് കിടക്കുന്ന മട്ടൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞവിടുക. അപ്പം നമുക്ക് ഒരു ഉരുള കിട്ടും. ആ ഉരുള ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. എങ്ങനെ റിലേഷൻ ബിരിയാണി പറയാറുണ്ടോന്ന്? എന്ത് ഓ അങ്ങനെ. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എടാ, ഈ കോയിൻ ഞാൻ ടോസ് ചെയ്യാം. ഹെഡ്സ് വീണ നമ്മൾ നേരെ കാസർഗോഡ് സ്റ്റേ ചെയ്യും. ടെയിൽസ് വീണ നമ്മൾ നേരെ മാഹിയിൽ സ്റ്റേ അടിക്കും. ഓക്കെ, എന്താ ആവശ്യമുണ്ടല്ലേ? തുറക്കട്ടാ. കാസർഗോഡ് പോട്ടടാ സന്ദീപേ. സ്റ്റോപ്പ് ചെയ്ത് പെട്രോൾ അടിച്ചിട്ട്. അപ്പൊ യെസ് സുഹൃത്തുക്കളെ, ഞങ്ങൾ പോവുകയാണ് മാഹിയിലേക്ക്. മാഹിയിൽ നിന്ന് നേരെ കാസർഗോഡേക്ക്. അയ്യോ, ഇന്ന് സ്റ്റേ കാസർഗോഡായിരിക്കും ഗൈസ്. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് ഒരു വളരെ വലിയ സക്സസ് ആയിരുന്നു. ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോ കാസർഗോഡ് പോവാന്നുള്ളൊരു തോട്ട് വന്നു. അപ്പൊ ലെറ്റ്സ് ഗോ ടു കാസർഗോഡ്. അല്ലേടാ, ഗോ ടു കാസർഗോഡ് ഗൈസ്. ഞങ്ങൾ നേരെ കാസർഗോഡോട്ട് വിട്ട് ഗൈസ്. അവിടെയാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൊയിലാണ്ടി എത്തിയപ്പോഴത്തേക്കും എന്റെ ഫോണിലെ സ്റ്റോറേജ് തീർന്നു ഗൈസ്. കാരണം 6 വ്ളോഗ് ഞാൻ അതിൻ്റെ അകത്ത് എടുത്തിട്ടേക്കണം. അങ്ങനെ മാക്കിലോട്ട് കോപ്പി ചെയ്ത് നോക്കി, മാക്കിൽ ചാർജ് ഇല്ല, കാറിൽ കുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അജ്ഞാതനായ ഈ കടയിൽ വന്ന് കയറി. അപ്പൊ ഇവിടെ എനിക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് മുത്തേ. പോയിട്ട് വരട്ടാ. നീ അവന് താങ്ക് യു പറ. എന്തിന്? ഓ
അപ്പൊ ഈ മൂലക്ക് കിടന്ന് ഉറക്കുമായിരുന്നു. അപ്പൊ ഇനി ഞങ്ങൾ മാഹിയിലോട്ട് പോകുന്നതായിരിക്കും. താങ്ക് യു ട്ടാ. കാസർഗോഡ് എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് എവിടെ സ്റ്റേ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ സ്പാർട്ട കുട്ടിയുടെ വീട് കാസർഗോഡ് അല്ലേ. സ്പാർട്ട കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലന സ്പാർട്ട. അങ്ങനെ അവളെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു നിങ്ങൾ കാസർഗോഡ് വന്നിട്ട് വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന എന്തിനാ, എന്റെ വീട്ടിൽ നിന്നൂടെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് വിളിച്ചേക്കാണ്. അപ്പൊ നമുക്ക് നേരെ മിക്ക സ്ഥലവും കിട്ടി, നമുക്ക് അങ്ങോട്ട് പോവാം. സന്ദീപേ വിഷമമുണ്ട്. എന്തിനാടാ കാര്യമില്ല. എന്തിനാ സന്ദീപ് വിഷമം? പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ? മാഹിയിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമമാണ് സന്ധ്യന്. കാരണം 9 മണിക്ക് മുന്നേ മാഹിയിൽ എത്തിയിരുന്നെങ്കിൽ വിലക്കുറവിന് അവിടെ പെട്രോൾ കിട്ടുമെന്ന് സന്ധ്യ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി യാത്ര വീണ്ടും തുടരട്ടെ. രാത്രിയാണെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് വെറും കൈയോടെ കയറുന്നത് ശരിയല്ല. നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഡൽഹി കൊണ്ടു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ എടുത്തേടാ. പറക്കി തിന്നാനല്ലേ, അവക്ക് എന്തെങ്കിലും എടുക്കാനാണ്. ഇതൊക്കെയാണ് നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചേക്കണേ. ഇതും ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ സാധനം എടുത്ത് കൊടുക്കാം. ഓക്കെ, ഷോപ്പിംഗ് ഡൺ. ഇനി വീണ്ടും ഓഫ് ടു കാസർഗോഡ്. പറയല്ലേടാ. അയ്യോ എടാ സന്ദീപേ, എടാ ഇതല്ലടാ വഴി. നല്ലൊരു വഴി അറിയില്ല. അതിനത്ര സന്തോഷം. അല്ല, ഒരു പുതിയ വഴി കൂടെ കയറിയപ്പോ ഇത്ര നേരം കട്ടറും കുഴിയാക്കില്ലേ. ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. പോട്ട് ഇത് കാസർഗോഡ് പോകൂലേടാ. അപ്പൊ എന്തോ ഇതാ എവിടെയൊക്കെ പോകും. ഇത് എവിടെ പോകുന്നു? വാട്ട് കോക്കനട്ട് ഈസ് ദിസ് ഗൈസ്? അല്ലെങ്കിലും രാത്രി പോകുമ്പോൾ വഴിതെറ്റാൻ ഞങ്ങളെ കഴിഞ്ഞേ ഉള്ളു ഗൈസ്. പണ്ട് നമ്മൾ വയനാട് പോയ വഴിതെറ്റി ഓർമ്മയുണ്ടോ അഖിലേഷ്? എന്നൊക്കെ പറഞ്ഞു എവിടെ പോയാലും നമ്മൾ വഴിതെറ്റിക്കും ഗൈസ്. ഇതിലേ കൂടെ കയറി പോയാൽ പോരായിരുന്നാടാ. തീർന്ന് എന്തിനാ അത്? ഇല്ല, പോട്ട് എന്റെ സൈഡിൽ കൂടെ കയറി പോവാ. പോകൂല, അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കും. ഇത് റോഡാ അത്? എടാ അത് കൊക്ക. അയ്യോ, ഞങ്ങൾ വഴിയൊന്നും കണ്ടിട്ട് തിരിച്ചെത്തട്ടെ ഗൈസ്. കണ്ട കളച്ചാതി റൂട്ടൊക്കെ കയറി തിരിച്ചു വന്ന് ഇവിടെ വന്ന് നമ്മള് ബോർഡ് നോക്കിയപ്പോഴത്തേക്കും ബാംഗ്ലൂരു, മുംബൈ, കണ്ണൂർ നേരെയാണ്. ഈ ഊളത്തലയെ ഗൂഗിൾ മാപ്പിൽ മാഹിയിലെ ബെവറേജ് ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് ഇത് പാലത്തിന്റെ അടിഭാഗം കാണിച്ചു തന്നതാണ്. മാഹി ബിവറേജ് കളിക്കാറല്ലേ. സത്യം മുട്ട കോമഡി ഉണ്ട്. ഇത് മുട്ടായി കിടക്കുന്ന റോഡ്. ഇത് നമ്മൾ പോട്ടിന് നേരെ കാസർഗോഡോട്ട്. ഇപ്പൊ 11:15 ഗൈസ് മണി. 1 മണിക്കൂറുടെ യാത്രയുണ്ട്. 12:15 നമ്മൾ അങ്ങെത്തും. ഇപ്പൊ നമ്മള് പഴയങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. 12:15 ആവാറായി ഗൈസ്. നമ്മള് സ്പാർട്ടക്കുട്ടിയെ റോഡിൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഹലോ, മോനെ ഉറങ്ങാണോടാ കുട്ടാ? ഇറങ്ങി വരൂ. കാസർഗോഡ്. എന്താണ് പ്ലാൻ ഇനി? നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു. ദെൻ നമുക്ക് വയനാട്ട് പുലവൻ കാണാൻ പോവാം. നിങ്ങൾ കണ്ടിട്ടില്ല? വയനാടാ? വയനാടേക്കല്ല, വയനാട്ട് പുലവൻ തെയ്യം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വയനാടാണ്. ആണല്ലേ? നീ അങ്ങനെ പലതും വിചാരിക്കും. വയനാടല്ല, സന്ദീപിന്റെ പാതി ജീവൻ പോയാട്ടാടാ. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വയനാട്ട് കുളവനെ കാണാൻ ഞങ്ങൾ വയനാട്ട് കുലവനെ കാണാൻ പോകും സുഹൃത്തുക്കളെ. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ട് ഉള്ളിടത്ത് പറഞ്ഞതാണ് എനിക്ക് തേൻ കാണുന്നു. പക്ഷെ ഇവിടെ വന്ന് നാളെ എങ്ങാനും പോയാലേ ഉള്ളൂ എന്നാണ് എന്റെ മനസ്സിലുണ്ടായത്. ഇത്ര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലേടാ, എനക്ക് ഉറക്കം തൂങ്ങിയിട്ടല്ലടാ വേണ്ടി. ഈ പാരാത്രി തേൻ കാണും അല്ലേ? രാവിലെ 4 മണി വരെ തെയ്യം ഉണ്ടല്ലേ? രാവിലെ 4 മണി വരെ തെയ്യം ഉണ്ടല്ലേ ഇവിടെ? അറിയത്തില്ലായിരുന്നു. എന്തായാലും നമുക്ക് തെയ്യം കാണാം. പൊളിയാണ്. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. എടാ, തെയ്യം കാണാൻ പോവാൻ നീ റെഡി ആണല്ലോ അല്ലേ? തയ്യലല്ല, അല്ല തെയ്യം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് അവളുടെ ലാംഗ്വേജ് മനസ്സിലാക്കാനാണല്ലേ? കാസർഗോഡ് സ്ലാങ്. നാളെ നമ്മൾ കടുക്കും കഴിച്ചു. എന്തുവാടി? ഞാൻ ഏട്ടന്റെ സ്ഥലം ഞാൻ എനിക്ക് മുന്നിലിരിക്കണം. ആടപ്പാവി, എടാ നമ്മളെ ഇവര് പുറത്താക്കിയടാ. ട്രൈപോഡെല്ലാം കൊണ്ടാ വന്നേ. എടാ എന്റെ പണിയായുധങ്ങളാ രാജാവേ. ഇരിക്കി കയറി. ഞങ്ങള് പറകിലായി കേസ്. അതെ, കാസർഗോഡ് വന്നാൽ നമുക്ക് അയ്യോ ഹൗ സ്വീറ്റ് ഈസ് നോ. നോക്ക്, കാർത്തിക് സൂര്യ വ്ളോഗ്സ് പണ്ടേ കിടക്കണല്ലേ സന്ദീപിന്റെ അല്ലേ? അല്ലയാ സുഖമാണോ?
ഇത് നാരായണ കുട്ടിയുടെ പ്രാക്കാണല്ലോ. ആൻഡ് ഗൈസ് വി ഹാവ് റീച്ച്ഡ്. നമ്മള് ഏട്ടനെ ആദ്യമായിട്ട് തെയ്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഓക്കെ, നമ്മൾ സ്ഥലം എത്തി. സന്ദീപ് വണ്ടി പാർക്ക് ചെയ്യണം. മക്കളെ, ഈ സ്ഥലത്തിന്റെ പേരെന്നാടാ? ബേളൂർ. വേളൂർ. ബേളൂർ. ബേളൂർ. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇവിടെ. നീ എന്തായാലും തെയ്യം ഉണ്ടോ നമുക്ക് പോയി നോക്കാം ഗൈസ്. വയനാട്ട് കുലവൻ അങ്ങോട്ട് പോകാം ഗൈസ്. ഇത് ഇവിടുത്തെ പൊളപ്പം ഏതോ ഒരു ഉത്സവമാണെന്ന് തോന്നുന്നു ഗൈസ്. ഉത്സവ ആംബിയൻസ്. അമ്പലത്തിലെ പരിപാടിയാണെങ്കിൽ മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ തെയ്യത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്നാണ് ഗൈസ് തെയ്യം ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോകും. ഇതിന്റെ അകത്താണ് ഗൈസ് തെയ്യം നടക്കാൻ പോണത്. ആചാരം കേട്ടോ, നമ്മളവിടെ ഒന്നും ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് ഭയങ്കര രസമാണ്. ഇതിപ്പം രാവിലെ 2 മണി എങ്ങാണ്ടായി. എന്നിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഭീകര ആളാണ് അല്ലേടാ. ഇപ്പൊ 4 മണിക്ക് കഴിഞ്ഞ് വീണ്ടും 6 മണിക്ക് വീണ്ടും തെയ്യമാണ് അല്ലേ. ഈ തെയ്യത്തിന് വേണ്ടി ഒരുക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അത്രയും നാളെ ഇവിടെ 40,000 പേർക്ക് അന്നദാനം ഉണ്ടാവും. 40,000 ആൾക്കാർ. ഓ എന്റെ ദൈവമേ, ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന തെയ്യമാണ് ലൈവായിട്ട്. ഒരൊറ്റ കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളൂ. സോ ഡാം പ്രൗഡ് ടു ബി ബോൺ ഇൻ കേരള. ഗൈസ് 3:55 ഇന്നലെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റതാണ് ഞാൻ. 5 മണിക്ക് യവന്മാർ എഴുന്നേറ്റ്. ഇനിയിപ്പോ നമ്മൾ നേരെ ധന്യയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഭയങ്കര ഹാപ്പി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇന്ന് തെയ്യം കാണാൻ പറ്റും. ഒരു വെറൈറ്റി ഡേ ആയിരുന്നു. കോക്കാച്ചി മോറ കിടന്ന് ഉറങ്ങണം നോക്കിയാണ്. ധന്യയും നമ്മുടെ ചെറുക്കനോട് നമുക്ക് വൈകി ചായ ഉറങ്ങണേ. ഇനി ചായ വേണ്ട, വീട്ടിൽ പോടി. എത്ര ദൂരമുണ്ട്? കുറച്ചേ ഉള്ളു. ആ ഓക്കെ. എത്ര? 10 കിലോമീറ്ററാ? ആ ഓക്കെ, വെറും 10 കിലോമീറ്റർ. അപ്പൊ ഗൈസ് ഇന്ന് ധന്യയുടെ വീട്ടിലായിരിക്കും നമ്മൾ സ്റ്റേ. അപ്പൊ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ്. അടുത്ത വ്ലോഗിൽ കാണാം ഗൈസ്. ഇവരുടെ വെള്ളച്ചാട്ടോടായി. വെള്ളം അതും സെയിം കളർ.